മാധവ് ഒരു ദരിദ്രനാണ്. അദ്ദേഹം റാണിപൂർ എന്നൊരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്നു. ആ ഗ്രാമത്തിന് ചുറ്റും തിങ്ങി നിറഞ്ഞ കാടായിരുന്നു. ആ കാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിയന്ത്രണത്തിലായിരുന്നു. മാധവിന്റെ കുടുംബത്തിൽ ഭാര്യയും മകളുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹത്തിനോ ഒരു ജോലിയും ഇല്ല. ഇനിയും എത്ര ദിവസം ഇങ്ങനെ തന്നെ പോകും? നമ്മുടെ മകളും വളർന്നു വരുവല്ലേ. നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്തേ പറ്റൂ. നീ എന്താ ചിന്തിക്കുന്നത്? എനിക്കും വീട്ടിലിരിക്കാൻ ഒരു താല്പര്യവുമില്ല. ഞാനും അന്വേഷിക്കുന്നുണ്ടല്ലോ. പെട്ടെന്നൊരു ജോലി കണ്ടെത്തണം. മാധവ് ജോലി അന്വേഷിക്കാനായി വീട്ടിൽ നിന്നും പുറപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിന് ഒരു ജോലിയും കിട്ടിയില്ല. അദ്ദേഹം വളരെ ക്ഷീണത്തോടെ തന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹത്തിന്റെ ക്ഷീണമുള്ള മുഖം കണ്ട് അദ്ദേഹത്തിന്റെ മകൾ ഇങ്ങനെ ചോദിച്ചു, എന്തു പറ്റിയച്ചാ? എന്താ അച്ഛൻ വിഷമിച്ചു നിൽക്കുന്നത്? ഒന്നുമില്ല മോളെ, വെറുതെ ഇരിക്കുക. എനിക്കറിയാമച്ചാ, അച്ഛന് ജോലി കിട്ടുന്നില്ല എന്നതിൽ അച്ഛന് ഒരുപാട് വിഷമമല്ലേ. അച്ഛന് വേഗം തന്നെ ഒരു ജോലി കിട്ടും. അച്ഛൻ വിഷമിക്കണ്ട. നോക്ക്, എന്റെ മകൾ എത്ര അറിവോടാണ് സംസാരിക്കുന്നതെന്ന്. അച്ഛാ, അച്ഛന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി അന്വേഷിച്ചുകൂടെ? അവിടെ വിദ്യാഭ്യാസമുള്ളവർക്ക് ജോലിയുള്ളൂ. എനിക്കാണെങ്കിൽ വിദ്യാഭ്യാസമില്ലല്ലോ. എനിക്ക് എങ്ങനെ ജോലി കിട്ടാനാ മോളെ? അച്ഛാ, അച്ഛന് മരപ്പണികളെ കുറിച്ച് ഒരുപാട് അറിയില്ലേ? ആര് കണ്ടു? അങ്ങനെയുള്ള ആൾക്കാരെ ആയിരിക്കും ചിലപ്പോൾ അവർക്ക് വേണ്ടത്. ശരി മോളെ, നാളെ പോയിട്ട് ഇതിന് ബന്ധപ്പെട്ട ആളെ കാണാം. എനിക്കൊരു ജോലി ആവശ്യമുണ്ട്. ഇവിടെ എന്തെങ്കിലും ജോലി അവസരങ്ങളുണ്ടോ? തനിക്ക് എന്ത് ജോലി അറിയാം? ഞാനൊരു കാർപ്പൻ്ററാണ്. എനിക്ക് മരങ്ങളുമായി ബന്ധമുള്ള എല്ലാ ജോലിയും അറിയാം. തന്നെ പോലെ ഒരാളെയായിരുന്നു അന്വേഷിച്ചിരുന്നത്. തനിക്ക് വേണമെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം. ജോലി കിട്ടിയെന്ന് വാർത്ത കേട്ട് മാധവ് അപ്പോൾ ഒരുപാട് സന്തോഷിച്ചു. പിന്നെ അയാൾ ജോലി ചെയ്യാനും തുടങ്ങി. മാധവ് ബിൽഡിംഗ്സ് ഉണ്ടാക്കാൻ വെട്ടിയ മരങ്ങളിൽ നിന്ന് വളരെ ബലമുള്ള മരങ്ങൾ കേടായ മരങ്ങളിൽ നിന്നും തനിയെ എടുത്തു വെച്ചു. സാർ, ഈ കേടുള്ള മരകഷ്ണം വെച്ച് ഞാൻ എന്ത് ചെയ്യാനാണ്? ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. വലിച്ചെറിഞ്ഞേക്ക്. മാധവ് ആ നശിച്ചുപോയ മരങ്ങൾ വലിച്ചെറിയുകയും ചെയ്തു. വൈകുന്നേരമായതും മാധവ് വീട്ടിലേക്ക് തിരിച്ചു വന്നു. അച്ഛനെന്ന് ഒരുപാട് സന്തോഷത്തിലാണല്ലോ. എന്താ കാര്യം? എനിക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി കിട്ടി മോളെ. ഇത് വളരെ നല്ല കാര്യമാണല്ലോ അച്ഛാ. അപ്പോൾ എനിക്ക് എന്റെ എക്സാമിന് കോച്ചിങ്ങിനും പോകാൻ പറ്റും. ഉറപ്പായും പോമോളെ. മാധവന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി കിട്ടിയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതശൈലി പുരോഗമിച്ചു. ഇപ്പോൾ രാധികയും കോച്ചിങ് ക്ലാസ്സസിൽ പഠിക്കാൻ തുടങ്ങി. ഒരു ദിവസം എന്നത്തെയും പോലെ മാധവ് നല്ല മരങ്ങളൊക്കെ ഒരു വശത്തേക്ക് മാറ്റി കേടുള്ള തടികളെല്ലാം മാറ്റിയിട്ടുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് പെട്ടെന്നൊരു ഐഡിയ തോന്നിയത്. ഈ വേസ്റ്റ് മരങ്ങളൊക്കെ എന്തുകൊണ്ട് എനിക്ക് വീട്ടിൽ കൊണ്ടുപോയിക്കൂടാ? എന്തിനെങ്കിലും ചിലപ്പോൾ ഉപയോഗപ്പെടും. മാധവ് കേടുവന്ന മരങ്ങളൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അടുത്ത ദിവസം രാവിലെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലിക്ക് പോയി കേടായ മരകഷ്ണങ്ങളൊക്കെ തന്റെ വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോയി. അദ്ദേഹം ദിവസവും ഇങ്ങനെ ചെയ്യുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരു ലേഡി ഓഫീസർ കണ്ടു. ഓ, അപ്പോൾ നീ മോഷ്ടിക്കാനും തുടങ്ങിയോ? ഇല്ല മാഡം, ഞാൻ മോഷ്ടിച്ചതല്ല. ഇതൊന്നും ആവശ്യമില്ലാത്ത മരമാ. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തുകൊണ്ട് പോകുന്നത്. ഈ പഴകിയ തടികൾ വെച്ച് നീ എന്താ അച്ചാറിടാൻ പോവുകയാണോ? വെറുതെ കള്ളം പറയാതെ. നിന്നെ പോലെയുള്ള കള്ളന്മാർക്ക് ഈ ജോലി തരാൻ പാടില്ലായിരുന്നു. നാളെ മുതൽ ജോലിക്ക് വരണ്ട. മാധവ് വളരെ വിഷമത്തോടെ വീട്ടിലേക്ക് വന്നു. തന്റെ ജോലി നഷ്ടപ്പെട്ടതുകൊണ്ട് അദ്ദേഹം ഒരുപാട് വിഷമിച്ചിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ നോട്ടം താൻ കൊണ്ടുവന്ന മരക്കഷ്ണങ്ങളിലേക്ക് പോയത്. എനിക്ക് ഈ മരങ്ങൾ കൊണ്ട് ഒരു റിക്ഷ ഉണ്ടാക്കാമല്ലോ. മാധവ് ആ കേടുവന്ന മരക്കഷ്ണങ്ങളെല്ലാം നല്ല രീതിയിൽ ശുദ്ധീകരിച്ച് എടുത്തു. അദ്ദേഹം പകലും രാത്രിയും കഷ്ടപ്പെട്ട് ആ തടി കൊണ്ട് ഒരു റിക്ഷ ഉണ്ടാക്കിയെടുത്തു. പിന്നെ റിക്ഷ ഓടിക്കുന്ന ജോലിയും ചെയ്യാൻ തുടങ്ങി. ചേട്ടാ, എന്നെ ടൗണിൽ ഇറക്കാമോ? വന്നിരിക്കൂ. മാധവ് റിക്ഷ കൈകൊണ്ട് വലിച്ചുകൊണ്ടേ പോയി. ആ ഒരു കാരണം കൊണ്ട് പാസഞ്ചേഴ്സിന് ഒരുപാട് ലേറ്റായി തോന്നി. ഇങ്ങനെ ലേറ്റായി പോകുന്നത് കൊണ്ട് ജനങ്ങൾ മാധവിന്റെ റിക്ഷയിൽ കയറാൻ താല്പര്യപ്പെട്ടതേയില്ല. മോനെ അനിയ, സിറ്റിയിലേക്ക് പോകാൻ ഒരുപാട് സമയമാകുമോ? 4-5 മണിക്കൂറാകും മാഡം. അനിയ, എനിക്ക് സിറ്റിയിലേക്ക് പോകണം, വിദേശത്തേക്കല്ല. പോട്ടെ, ഞാൻ വേറെ റിക്ഷ നോക്കിക്കോളാം. മാധവ് മരങ്ങൾ കൊണ്ട് എന്തോ റിക്ഷയൊക്കെ ഉണ്ടാക്കി. എന്നാൽ ആ റിക്ഷ ഇപ്പോൾ വെറുതെ വലിച്ചുകൊണ്ട് പോകേണ്ട അവസ്ഥയാണ്. അച്ഛാ, എന്റെ എക്സാം ഡേറ്റ് അടുത്ത് വരുന്നുണ്ട്. എനിക്ക് സിറ്റിയിലേക്ക് പോകാൻ കുറച്ച് പണവും വേണം. നോക്കുമോളെ, എന്റെ കയ്യിൽ ഒരു പണവുമില്ല. എന്നാൽ എന്റെ റിക്ഷയിൽ കൊണ്ടുപോയി നിന്നെ എക്സാം സെന്ററിൽ ഞാൻ ഇറക്കാം. എന്നാൽ അച്ഛാ, ആ റിക്ഷയിൽ പോയാൽ ഒരുപാട് ലേറ്റാകും. എനിക്ക് കൃത്യസമയത്ത് എക്സാമിന് പോകാൻ പറ്റില്ല. ശരി മോളെ, ഞാൻ വേറെ എന്തെങ്കിലും ഏർപ്പാടാക്കാം.
മാധവ് അപ്പോൾ ചിന്തിക്കാൻ തുടങ്ങി. അദ്ദേഹം എങ്ങനെയെങ്കിലും രാധികയെ എക്സാം എഴുതിക്കാൻ സിറ്റിയിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നോട്ടം കാടിന്റെ ഉള്ളിലുള്ള മരങ്ങൾക്കടിയിലുള്ള ഒരു തകർന്ന വണ്ടിക്ക് നേരെ പോയി. മാധവ് അപ്പോൾ ആ വണ്ടിയുടെ അടുത്തേക്ക് പോയി. ഈ കാർ മുഴുവനും തകർന്നല്ലോ, എന്നാൽ ഈ എഞ്ചിൻ ഉപയോഗിക്കാൻ പറ്റും. മാധവ് ആ വണ്ടിയിൽ നിന്നും എഞ്ചിൻ എടുത്ത് അത് തന്റെ റിക്ഷയിൽ ഫിക്സ് ചെയ്തു. ഓ, ഇനി വണ്ടി തള്ളിക്കൊണ്ടു പോകേണ്ട ടെൻഷൻ ഇല്ല. ഇതിന്റെ മോഡലും കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത ശേഷം അടിപൊളിയാകും. മാധവ് തന്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന മരങ്ങൾ കൊണ്ട് തന്റെ റിക്ഷയുടെ മോഡൽ തന്നെ മാറ്റി. അദ്ദേഹം അതിന്റെ മുകളിൽ ഒരു കൂരയിട്ട് അതൊരു ഓട്ടോറിക്ഷയാക്കി മാറ്റി. രാധിക ആ റിക്ഷയിൽ കയറിയിരുന്നു. മാധവ് ആ ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത് രാധികയെ സിറ്റിയിലുള്ള എക്സാം സെന്ററിൽ കൊണ്ടുപോയി ഇറക്കി. മാധവിന്റെ ആ മരം കൊണ്ടുള്ള വണ്ടിയിൽ എഞ്ചിൻ ഫിക്സ് ചെയ്തതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വണ്ടി വേഗത്തിൽ ഓടാൻ തുടങ്ങി. ഇത് കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ ഒരുപാട് പാസഞ്ചേഴ്സിനെ കിട്ടി. ചേട്ടാ, ടൗണിലേക്ക് പോകാൻ എത്ര സമയം വേണം? ഇരിക്കൂ സാർ, 1 മണിക്കൂറിനുള്ളിൽ കൊണ്ടുപോകാം. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ബാക്കിയുള്ള വണ്ടികൾ വിട്ട് മാധവിന്റെ ഓട്ടോറിക്ഷയിൽ കയറാൻ തുടങ്ങി. ഇത് കാരണം മാധവിനെ കണ്ട് ഒരു ഓട്ടോക്കാരൻ അസൂയപ്പെട്ടു. അയാൾ മാധവിനെതിരെ ഒരു കള്ളക്കേസ് കൊടുത്തു. സാർ, ആരുടെയോ വണ്ടിയിൽ നിന്ന് എഞ്ചിൻ മോഷ്ടിച്ച് ഇവന്റെ റിക്ഷയിൽ വെച്ചിരിക്കുന്നു. ഇവനൊരു കള്ളനാ. ഓഹോ, നീ വണ്ടിയിൽ നിന്നും എഞ്ചിനൊക്കെ മോഷ്ടിക്കാൻ തുടങ്ങിയോ? ഇല്ല സാർ, ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല. എനിക്ക് എഞ്ചിൻ കാട്ടിൽ കിടന്ന ഒരു കാറിൽ നിന്നാ കിട്ടിയത്. ഓഹോ, എഞ്ചിൻ കാട്ടിൽ നിന്നും കിട്ടിയതാണോ? വായടച്ച് ആ എഞ്ചിൻ തിരിച്ചു തന്നേക്ക്, അല്ലെങ്കിൽ നീ ജയിലിലേക്ക് പോകാണ്ട് വരും. പോലീസ് മാധവിന്റെ വണ്ടിയിൽ നിന്നും എഞ്ചിൻ പുറത്തെടുത്തു. രാധികയുടെ എക്സാം റിസൾട്ടും വന്നു. അവളുടെ അധ്വാനത്തിനുള്ള ഫലവും കിട്ടിയിരുന്നു. രാധികയ്ക്ക് അങ്ങനെ ഒരു ജോലി കിട്ടി. ഇപ്പോൾ രാധികയും ജോലി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നോക്കി നിൽക്കെ 1 മാസവും കടന്നുപോയി. അവൾക്ക് അവളുടെ ആദ്യ ശമ്പളവും കിട്ടി. ശമ്പളം കിട്ടിയ അന്ന് രാധിക ലേറ്റായിയാണ് വന്നത്. അച്ഛാ, അച്ഛന്റെ കണ്ണൊന്നടച്ചേ. അച്ഛന് ഒരു സർപ്രൈസ് ഉണ്ട്. ആണോ? ശരി, ഞാൻ കണ്ണടച്ചു. പറയൂ, എന്താ? രാധിക മാധവിന്റെ മുൻപിൽ ഒരു എഞ്ചിൻ കൊണ്ടുപോയി വെച്ചു. ഇനി അച്ഛൻ കണ്ണു തുറന്നു നോക്കിക്കോളൂ. പുതിയ എഞ്ചിൻ കണ്ടതും മാധവ് അപ്പോൾ ഒരുപാട് സന്തോഷിച്ചു. അച്ഛാ, ഇത് സ്പോർട്സ് കാറിന്റെ എഞ്ചിനാണ്. ഇത് വച്ചു കഴിഞ്ഞാൽ അച്ഛന്റെ വണ്ടി എല്ലാ വണ്ടിയേക്കാൾ വേഗത്തിലോടും. മാധവ് ആ സ്പോർട്സ് കാർ എഞ്ചിൻ തന്റെ ഓട്ടോയിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്തു. പിന്നെ സവാരി കിട്ടാനായി കാത്തുനിന്നു. അനിയാ, എനിക്ക് സിറ്റിയിലേക്ക് പോകണം. എത്ര നേരമാകും? കയറിയിരിക്കൂ, 1/2 മണിക്കൂറിനുള്ളിൽ കൊണ്ടുവിടാം. അവിടേക്ക് പോകാൻ 2 മണിക്കൂറെങ്കിലും ആകുമല്ലോ. എന്റെ ഓട്ടോറിക്ഷ മരം കൊണ്ടുള്ളതാണ്. എന്നാൽ ഈ ഓട്ടോ സ്പോർട്സ് കാർ പോലെ സ്പീഡിൽ പോകും. നിങ്ങൾ കയറിയിരിക്കൂ. ആ വയസ്സായ അമ്മ മാധവിന്റെ ഓട്ടോയിൽ കയറിയിരുന്നു. അപ്പോൾ മാധവ് 1/2 മണിക്കൂർ കൊണ്ട് അവരെ സിറ്റിയിൽ എത്തിച്ചു. ഇത് കാരണം ഒരുപാട് സന്തോഷിച്ച് അവർ മാധവിന് ഒരുപാട് പണം നൽകി. ഇങ്ങനെ തന്നെ മാധവ് ജനങ്ങളെ വേഗത്തിൽ സിറ്റിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. വേഗം പോകാനും പിന്നെ സമയം ലാഭിക്കാൻ വേണ്ടിയും എല്ലാവരും മാധവിന്റെ ഓട്ടോ ഉപയോഗിച്ചു. അങ്ങനെ മാധവ് അദ്ദേഹത്തിന്റെ ഏരിയയിൽ ഫെരാരി ഓട്ടോക്കാരൻ എന്ന രീതിയിൽ വളരെ ഫേമസ് ആയി. സുരേഷ് ഒരു അധ്വാനിയായ മൺപാന ചെയ്യുന്നവനാണ്. അവന്റെ അച്ഛനും മൺപാന ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകനും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് മൺപാന ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൻ യോഗേഷ്. കണ്ടില്ലേ അച്ഛാ, ഞാൻ എത്ര ഭംഗിയായിട്ടാണ് പാന ഉണ്ടാക്കുന്നതെന്ന്? ആ, നന്നായിട്ടുണ്ട്. പക്ഷേ മോനെ, ഇതിന്റെ തടിച്ച് വന്നിട്ട് നീ ഇത്തിരി കൂടി കൂട്ടണം. കാരണം വെള്ളം ചേർക്കുമ്പോൾ ഇത് നിൽക്കാനുണ്ട്, ഇല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. അതെങ്ങനെയാണ്? ഇതുപോലുള്ള പാൻ ഉണ്ടാക്കുന്ന ആർക്കും ഇഷ്ടമുണ്ടാവില്ല മോനെ. പക്ഷെ നീ ആദ്യ പ്രാവശ്യം ഉണ്ടാക്കല്ലേ, നന്നായിട്ടുണ്ട് മോനെ. അച്ഛാ, പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുന്ന പോലെ പാന മാത്രം ഉണ്ടാക്കിയാൽ നമുക്ക് വരുമാനം ഉണ്ടാവും അച്ഛാ. എന്തോ ഒരു രൂപത്തിൽ വരും മോനെ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇതുപോലെ പാന ഉണ്ടാക്കുന്നത്. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അവസാനം ഇതുപോലെ പാനയൊക്കെ ഉണ്ടാക്കിയപ്പോൾ നല്ല വിലയിലാണ് പോയത്. അതിന് നല്ലൊരു മതിപ്പും ഉണ്ടായിരുന്നു. നല്ലത് അച്ഛാ, എന്നാൽ നമ്മൾ ഇതുപോലെ പാന ഉണ്ടാക്കിയിട്ട് നല്ലോണം കാശുണ്ടാക്കാം. നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. അപ്പോഴാണ് രുക്മിണി അവർ 2 പേർക്കും വേണ്ടി ചായ കൊണ്ടുവന്നത്. ഇവിടെ നോക്ക് യോഗേഷ് മോനെ, നീ സിറ്റിയിലേക്ക് ചെന്ന് എന്തെങ്കിലും ജോലി നോക്കിക്കൂടെ? എന്തിനാ ഇവിടെ കഷ്ടപ്പെടുന്നത്? എന്ത് വരുമാനം കിട്ടാനാ? നിന്റെ അച്ഛൻ ജീവിതം മുഴുവൻ ഇതാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ അവസ്ഥ നോക്ക്. മൊത്ത ജീവിതവും പാവപ്പെട്ടവരായി ജീവിക്കേണ്ടി വന്നു. ഇല്ല അമ്മേ, ഞാൻ നഗരത്തിലേക്കൊന്നും പോവില്ല.
അതുമാത്രമല്ലാതെ നമ്മളുടെ ഈ തൊഴിൽ എനിക്ക് വല്ലാതെ ഒരു ഇഷ്ടമാണ് അമ്മേ. ഞാൻ എവിടെയും പോയില്ല അമ്മേ. ഇവിടെ നോക്കുമോനെ, എനിക്ക് പറയാനേ പറ്റുള്ളൂ. അത് നീ അനുസരിക്കുന്നതും അനുസരിക്കാത്തതും നിന്റെ ഇഷ്ടം. ശരി, നീ കാര്യത്തൊക്കെ വിടു രുക്മിണി. നീ പറഞ്ഞില്ലേ നമ്മുടെ യോഗേഷിന് ഒരു കല്യാണം സംസാരിക്കാനുണ്ടെന്ന് നിന്റെ ചേട്ടനോട്, അതെന്തായി? ചേട്ടൻ അദ്ദേഹത്തിന്റെ മകളെ നമുക്ക് തരാൻ ഇഷ്ടമാണ്. പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? അവരോട് വരാൻ പറയൂ. വേഗം തന്നെ യോഗേഷിന്റെ കല്യാണം നടത്താൻ പറ്റും. എല്ലാം നന്നായിട്ട് നടക്കും. ശരി, അങ്ങനെയാണെങ്കിൽ ഈ തിങ്കളാഴ്ച നമുക്ക് നിശ്ചയം ചെയ്യാം. ആ, അത് അടിപൊളി തന്നെ. തന്റെ കല്യാണകാര്യത്തെക്കുറിച്ച് സംസാരിച്ചത് കേട്ടതും യോഗേഷിന് ഒരുപാട് സന്തോഷമായി. തിങ്കളാഴ്ച യോഗേഷിന്റെ വീട് പൂക്കളെ കൊണ്ട് അലങ്കരിച്ചിരുന്നു. വീട്ടിലേക്ക് ഒരുപാട് വിരുന്നാളികൾ വന്നു. പിന്നെ യോഗേഷ് ആബയ്ക്ക് മോതിരമിട്ട് കൊടുത്തു. അവരുടെ നിശ്ചയം കഴിഞ്ഞു. നിശ്ചയം കഴിഞ്ഞതിൽ അവർ രണ്ടുപേരും ഒരുപാട് സന്തോഷിച്ചു. പിന്നീടെന്താ, അന്നു മുതൽ രുക്മിണി യോഗേഷിനോട് ദിവസവും നഗരത്തിലേക്ക് പോകാനായി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇവിടെ നോക്കുമോനെ, ഇപ്പോൾ നിന്റെ കല്യാണം കഴിയാൻ പോകുന്നു. ഇനി നിനക്ക് കാശിന് ഒരുപാട് ആവശ്യം വരും. നിന്റെ വരുമാനം അധികരിക്കണമല്ലോ. നീ ഇങ്ങനെ മൺപാന ചെയ്തുകൊണ്ടേയിരുന്നാൽ എപ്പോഴും ഇതേ അവസ്ഥയായിരിക്കും. ഞാൻ പറയുന്നത് കേൾക്ക്. നഗരത്തിലേക്ക് പോയി നല്ലൊരു ജോലി നോക്ക്. ഇല്ലമ്മേ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ നഗരത്തിൽ പോയില്ലെന്ന്. ഞാൻ ഇവിടെ തന്നെ സന്തോഷമായിട്ടുണ്ട്. രുക്മിണി പറയുന്നതൊന്നും തന്നെ യോഗേഷ് ചെവിയിൽ വാങ്ങിയില്ല. യോഗേഷ് അവന്റെ ജോലി ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്തു. കുറച്ചു മാസങ്ങൾക്കകം തന്നെ യോഗേഷിന്റെയും ആബയുടെയും കല്യാണം കഴിഞ്ഞു. രുക്മിണിയും ഇതിനു വേണ്ടിയാണ് കാത്തുകൊണ്ടിരുന്നത്. ആബ വീട്ടിലേക്ക് വന്നപ്പോൾ, ഇവിടെ നോക്കുമോളെ, ഞാൻ നിന്റെ കയ്യിൽ ഒരു വലിയ കാര്യം ഏൽപ്പിക്കാൻ പോവുകയാണ്. എന്റെ മകൻ ഞാൻ പറയുന്നതൊന്നും തന്നെ കേൾക്കുന്നില്ല. അവന്റെ നല്ല ജീവിതത്തിനു വേണ്ടി അവൻ നഗരത്തിൽ ചെന്ന് ജോലി നോക്കണമെന്ന് ഞാൻ അവനോട് പറഞ്ഞു. പക്ഷെ അവൻ ഇവിടെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നീ വേണം അവനെ സമ്മതിപ്പിക്കാൻ മോളെ. ഞാൻ ശ്രമിച്ചു നോക്കാം അമ്മേ. പിന്നീട് ഒരു ദിവസം യോഗേഷ് തനിച്ചിരുന്ന് മൺപാന ചെയ്തുകൊണ്ടിരുന്നു. ആബ അവന്റെ അരികിലേക്ക് വന്നു. ആ, വരൂ വരൂ. ഇത് കണ്ടില്ലേ എത്ര മനോഹരമായിട്ട് പാനയാണ് ഉണ്ടാക്കുന്നത്? ഹാ, വളരെ നന്നായിട്ടുണ്ട്. എന്താണ്, എന്തോ പറയാനാണല്ലോ വന്നത്? എനിക്കെന്ത് തോന്നുന്നു വെച്ചാൽ, നിങ്ങൾ എത്ര ദിവസം ഈ മൺപാന ചെയ്തുകൊണ്ടിരിക്കും? നഗരത്തിലേക്ക് ചെന്ന് എന്തെങ്കിലും ജോലി നോക്കിക്കൂടെ? ഇല്ല ആബ, എനിക്ക് നന്നായിട്ട് അറിയാം. ഇതൊക്കെ എന്റെ അമ്മയാണ് നിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തതെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ പറയുന്നത് നന്നായിട്ട് മനസ്സിലാക്കിക്കോ. എനിക്ക് ഈ മണ്ണ് പാനന്റെ ജോലി വളരെ ഇഷ്ടമാണ്. എന്റെ ജീവനുള്ളവരെ ഞാൻ ഈ ജോലി ചെയ്യുള്ളൂ. ഞാൻ മനസ്സ് മാറിയിട്ട് ഈ നഗരത്തിലേക്ക് പോയി ജോലി ചെയ്താലും എന്റെ മനസ്സ് ഇവിടെ കേൾക്കില്ല. യോഗേഷ് പറഞ്ഞത് കേട്ടതും ആബ അതിശയിച്ചു പോയി. അതിനു മുകളിൽ അവളെ കൊണ്ട് ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. വൈകുന്നേരമായപ്പോൾ രുക്മിണി ആബയോട് ചോദിച്ചു, എന്താ മോളെ, യോഗേഷ് നഗരത്തിലേക്ക് പോകാൻ സമ്മതിച്ചോ? ഇല്ല അമ്മേ, അദ്ദേഹം ഇവിടെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നു. നീ എന്താ മോളെ ഈ സംസാരിക്കുന്നത്? അമ്മേ, അദ്ദേഹം മൺപാന ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹം നഗരത്തിലേക്ക് പോകാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഇത് തന്നെയാണ് ശരി അമ്മേ. 2 മാസം ചെലവിന് കാശില്ലെങ്കിൽ അപ്പോൾ നിനക്ക് മനസ്സിലാകും ഞാൻ എന്തിനാണ് പറഞ്ഞതെന്ന്. അമ്മേ, നിങ്ങൾ നിങ്ങളുടെ മകൻ ഒരുപാട് സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അത് തീർച്ചയായും നടക്കും അമ്മേ. അന്നു മുതൽ ആബ ജോലിയിൽ തന്റെ ഭർത്താവിനെ സഹായിക്കാൻ തുടങ്ങി. ഈ പാന നല്ല ഭംഗിയുണ്ട് ചേട്ടാ. നന്നായിട്ട് തന്നെ ഉണ്ട്. പക്ഷേ അച്ഛൻ എന്താ പറഞ്ഞാൽ ഇതുപോലെയുള്ള വലിയ പാനകളൊന്നും ആരും വാങ്ങില്ല എന്നാ പറഞ്ഞത്. വിൽക്കും ചേട്ടാ, ഞാൻ ഇത് മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട്. ഇത് 300 രൂപയാണെന്ന് തോന്നുന്നു. അത്രയും വിലയിലോ? നിങ്ങൾ എന്തുകൊണ്ട് ഈ പാന മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റുകൂടാ? ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ആബ യോഗേഷിനെ വഴി നടത്താൻ തുടങ്ങി. യോഗേഷ് പല പല രൂപങ്ങളിലുള്ള പാനകൾ ചെയ്തു. എന്നിട്ട് അവയ്ക്ക് വർണ്ണങ്ങൾ നൽകാൻ തുടങ്ങി. വാവ്, ഇതെല്ലാം തീർച്ചയായും മാർക്കറ്റിൽ വിൽക്കും ചേട്ടാ. എനിക്ക് എന്തായാലും വിശ്വാസമുണ്ട്. അന്ന് യോഗേഷ് എല്ലാ പാനകളും എടുത്തുകൊണ്ട് മാർക്കറ്റിലേക്ക് വന്നു. ആ പല പല രൂപത്തിലുള്ള പാനകൾക്ക് മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു. ചേട്ടാ, എനിക്ക് ഈ വലിയ ഭംഗിയുള്ള പാന വേണം. എനിക്ക് ആ ഡിസൈനുള്ള പാന. ഒറ്റ ദിവസം കൊണ്ട് യോഗേഷ് ചെയ്ത എല്ലാ പാനയും വിറ്റുപോയി. പിന്നെ അവന് ഒരുപാട് വരുമാനവും കിട്ടി. യോഗേഷ് വീട്ടിലേക്ക് വന്നു. എന്നിട്ട് അവന്റെ അച്ഛന്റെ കയ്യിൽ എല്ലാ കാശും അവൻ നൽകി. ഇത് കണ്ടില്ല അച്ഛാ, ഇന്നത്തെ ഇത്രയും വരുമാനാണ്. ഇത് കുറെ കൂടുതലുണ്ടല്ലോ. ഇതുപോലെ വിൽക്കണമെന്ന് പറഞ്ഞത് നിങ്ങളുടെ മരുമകളാണ് പറഞ്ഞു തന്നത്. എപ്പോഴും സന്തോഷം പോലെ ഉണ്ടാവട്ടെ. നീ എപ്പോഴും നിന്റെ കുടുംബത്തോട് സന്തോഷം തന്നെ ഉണ്ടാവണം.
ഇത് വേറൊരു ഭാര്യ ഉണ്ടെങ്കിൽ ഭർത്താവിനെ വേഗം നഗരത്തിലേക്ക് അയക്കാൻ ശ്രമിക്കും. തൊട്ടടുത്തുണ്ടായിരുന്ന രുക്മിണി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ആബയും യോഗേഷും ഒരുപാട് സന്തോഷത്തോടെ ആയിരുന്നു. അന്ന് രാത്രി യോഗേഷിന് ഒരു പുതിയ ഐഡിയ തോന്നി. അവ നമുക്കെന്താ മണ്ണ് കൊണ്ടൊരു ഫ്രിഡ്ജ് ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? മണ്ണുകൊണ്ടുണ്ടാക്കിയ ഫ്രിഡ്ജോ? അതായത് മണ്ണ് കൊണ്ട് തന്നെ ഒരു അലമാര പോലെ ഉണ്ടാക്കിയിട്ട് അതിലെ കായ്കറികളൊക്കെ നമുക്ക് വിൽക്കാരോ? അത് നന്നായിട്ടുണ്ടാവില്ലേ? പിന്നെ നമുക്ക് വൈദ്യുതി ആവശ്യം വരില്ല. നിങ്ങളെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ആ, പിന്നെന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ഈ ഐഡിയ തീർച്ചയായും സൂപ്പർ ഹിറ്റ് ആകും. ഞാൻ നാളെ തന്നെ മണ്ണ് വെച്ച് ഫ്രിഡ്ജ് ഉണ്ടാക്കാം. അടുത്ത ദിവസം രാവിലെ തന്നെ യോഗേഷ് മണ്ണ് കൊണ്ടുള്ള ഫ്രിഡ്ജ് ചെയ്യാൻ തുടങ്ങി. ഇത് എന്താണ് ഉണ്ടാക്കുന്നത്? അച്ഛാ, ഇത് മണ്ണ് കൊണ്ടുള്ള ഫ്രിഡ്ജാണ്. ഇതിൽ പഴങ്ങളും പിന്നെ പച്ചക്കറികളും എല്ലാം നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ ഇതിന് നമുക്ക് വൈദ്യുതി ആവശ്യമില്ല. വാ, ഇത് കേൾക്കാൻ തന്നെ നന്നായിട്ടുണ്ട്. പിന്നെ ഇതുപോലെയുള്ള മണ്ണ് കൊണ്ട് ഫ്രിഡ്ജ് ആരും ഉണ്ടാക്കിയിട്ടും ഇല്ല. പിന്നെ എല്ലാരും ആലോചിക്കും മണ്ണ് കൊണ്ട് എങ്ങനെയാണ് ഈ ഫ്രിഡ്ജ് ഉണ്ടാക്കിയതെന്ന്. ഞാനിത് എപ്പോഴും ആലോചിച്ച് വെച്ചതാണ്, ഈ മണ്ണ് കൊണ്ട് ഫ്രിഡ്ജ് ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. ഇപ്പോഴീ മണ്ണ് ഫ്രിഡ്ജ് എല്ലാവർക്കും ഉപയോഗം ഉണ്ടാവല്ലോ. തീർച്ചയായും ഞാനും നിന്നെ സഹായിക്കാം മോനെ. അച്ഛനും മകനും മണ്ണുകൊണ്ട് ഒരുപാട് ഫ്രിഡ്ജുകൾ ചെയ്യാൻ തുടങ്ങി. അടുത്ത ദിവസം രാവിലെ അവർ ആ ഫ്രിഡ്ജ് എടുത്തുകൊണ്ട് മാർക്കറ്റിലേക്ക് പോയി. അല്ല ചേട്ടാ, ഇതെന്താ അലമാരെ പോലെ ഉണ്ടല്ലോ? ഇത് മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഫ്രിഡ്ജാണ്. ഇതിൽ നിങ്ങളുടെ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ വെക്കാൻ പറ്റും. പിന്നെ കുറെ നാളുണ്ടാവും, അതും വൈദ്യുതി ഇല്ലാതെ. നേരാണോ? സത്യമാണ്. ആ ലേഡി ഒരു മൺ ഫ്രിഡ്ജ് വാങ്ങിക്കൊണ്ടുപോയി. ഒരു പത്രക്കാരൻ ആ മൺ ഫ്രിഡ്ജിനെ ഫോട്ടോ എടുത്തു. പിന്നെ പതുക്കെ പതുക്കെ കുറച്ചു സമയത്തിനകം തന്നെ ഒരുപാട് ആൾക്കാർ വന്ന് മൺ ഫ്രിഡ്ജ് വാങ്ങിക്കാൻ തുടങ്ങി. ഫ്രിഡ്ജ് എല്ലാം തന്നെ വിറ്റുപോയി. ഇന്ന് ആദ്യമായിട്ടാണ് സുരേഷ് ഇത്രയും വരുമാനം ഒന്നിച്ചു നോക്കുന്നത്. അവർ സന്തോഷത്തോടെ വീട്ടിലേക്ക് വന്നു. കണ്ടില്ലേ ഭാഗ്യവാൻ, നിന്റെ മോൻ ഇന്ന് എത്രയാണ് പൈസ ഉണ്ടാക്കിയെന്ന്. ദൈവമേ, ഇതൊന്നും വലിയ പൈസയല്ല. ഇനി നമ്മുടെ കാട്ടില് പൈസ മഴയാണ് പെയ്യാൻ പോകുന്നത്. ഇവന്റെ മണ്ണോണ്ടുണ്ടാക്കുന്ന ഫ്രിഡ്ജ് ഐഡിയ വളരെ നന്നായിട്ടുണ്ട്. കുറെ പേര് നമുക്ക് അഡ്വാൻസ് തന്നിട്ടുണ്ട് മണ്ണ് കൊണ്ട് ഫ്രിഡ്ജ് ഉണ്ടാക്കി കൊടുക്കാൻ. വാവ് യോഗേഷ്, എന്നോട് ക്ഷമിക്കൂ മോനെ. ഞാൻ ചെയ്തതാണ് തെറ്റ്. നീ ഈ ജോലി കൊണ്ട് സന്തോഷമായിരിക്കില്ലെന്ന് ഞാൻ കരുതി മോനെ. അതുകൊണ്ടാണ് നിന്നെ ഞാൻ നഗരത്തിലേക്ക് പോകാനായി ശല്യം ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് രുക്മിണി ആബയുടെ അടുത്തേക്ക് ചെന്നു. മകളെ, ഈ നല്ലതൊക്കെ നീ കാരണമാണ് നടക്കുന്നത്. നിന്റെ കഴിവ് കൊണ്ടാണ് യോഗേഷ് ഇന്ന് ഇത്രയും കാശ് ഉണ്ടാക്കാൻ സാധിച്ചത്. ഞാനും നിന്നെ പോലെ ഇവരെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ഈ അവസ്ഥ മാറുക. അമ്മേ, നിങ്ങൾ ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ. നമ്മുടെ അവസ്ഥയൊക്കെ മാറും. ഇപ്പോൾ നമ്മുടെ കുടുംബം നല്ല നിലയിലെത്തിയല്ലോ. നിങ്ങൾ എന്തിനാ പഴയതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നത്? അതൊക്കെ വിട്ടുകളയൂ. ഇനി നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാം. ഇല്ല, ഇനിയെല്ലാം നല്ലതേ നടക്കുള്ളൂ. വളരെ നല്ലതേ നടക്കുള്ളൂ. മൺ ഫ്രിഡ്ജ് വാങ്ങിക്കാനായി മകേഷിന്റെ വീട്ടിന്റെ വെളിയിൽ ഒരുപാട് പേർ ക്യൂവിൽ നിന്നു. അവരുടെ വരുമാനം പല മടങ്ങ് അധികമായി. സുരേഷ് അദ്ദേഹത്തിന്റെ വീട് പുതുക്കി പണിയാൻ തുടങ്ങി. ഇപ്പോൾ ആ കുടുംബത്തിലുള്ളവർ യാതൊരു കുറവുമില്ലാതെ ജീവിച്ചു വന്നു. ഇതെല്ലാം തന്നെ ആ മൺ ഫ്രിഡ്ജ് ചെയ്യാനുള്ള ഐഡിയ കൊണ്ടാണ് നടന്നത്. ഗാന്ധിനഗർ എന്ന് പേരുള്ള ഒരു ചെറിയ ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ ഒരു വലിയ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ആ മാർക്കറ്റിൽ എപ്പോഴും ആളുകൾ തിങ്ങി നെരുങ്ങി കാണും. വെയിൽ കാലത്ത് അവിടെയുള്ള ജനങ്ങളെല്ലാം ബൽദേവിന്റെ പെപ്സി കടയിൽ ചെന്ന് സിപ്പപ്പ് വാങ്ങിക്കുമായിരുന്നു. ബൽദേവ് ചിറ്റപ്പ, എനിക്ക് ഓറഞ്ച് കളറിലെ പെപ്സി തരൂ. എനിക്ക് മഞ്ഞ നിറം. എനിക്ക് വെള്ള നിറത്തിലുള്ളത്. ചെറിയവരോ വലിയവരോ എല്ലാവർക്കും ബൽദേവിന്റെ പെപ്സി ഒരുപാട് ഇഷ്ടമാണ്. ബൽദേവും വളരെ സന്തോഷത്തോടെയാണ് അവന്റെ പെപ്സി ചെയ്യുന്നത്. ശുദ്ധമായ ഫിൽട്ടർ വെള്ളം, ശുദ്ധമായ പഞ്ചസാര, പിന്നെ നല്ല വസ്തുക്കളൊക്കെ ഉപയോഗിച്ചാണ് അവൻ ആ പെപ്സി ഉണ്ടാക്കുന്നത്. പിന്നെ അത് പ്ലാസ്റ്റിക് കവറിൽ പാക്ക് ചെയ്ത് വിൽക്കാൻ തുടങ്ങും. ബൽദേവിന്റെ 1 രൂപ പെപ്സി എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. കുറച്ച് സമയത്തിനകം തന്നെ അവന്റെ മൊത്തം സ്റ്റോക്കും വിറ്റുതീരും. ചിറ്റപ്പ, പെപ്സി ഉണ്ടോ ഇല്ലയോ? ഇല്ല മോനെ, എല്ലാം തീർന്നു പോയിട്ടുണ്ട്. നാളെ വാ, ഞാൻ വാങ്ങിത്തരാം. ബൽദേവിന്റെ കടയുടെ മുൻപിലായിട്ടാണ് ഭവന്റെ കടയും ഉണ്ടായിരുന്നത്. ഭവൻ ഐസ്ക്രീമാണ് വിറ്റിരുന്നത്. പക്ഷെ വെയിൽക്കാലം വന്നതിന് ശേഷം പോലും ഭവന്റെ ഐസ്ക്രീം ഒന്നും വിറ്റുപോയില്ല. അറിയുന്നില്ലല്ലോ, ആ ബൽദേവ് ആ പെപ്സിയിൽ എന്താണ് കലർക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഗ്രാമജനങ്ങൾ മുഴുവനും അവന്റെ പെപ്സി മാത്രമാണ് കഴിക്കാൻ പോകുന്നത്.
1 പെപ്സിയിൽ അത്ര എന്ത് സ്വാദുണ്ടാവുന്ന മനസ്സിലാവാത്തത്. എന്റെ ഐസ്ക്രീം തന്നെ നല്ല രുചി ഉണ്ടാവല്ലോ. രുചി എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ നമ്മുടെ ഐസ്ക്രീമിനെക്കാളും എന്തായാലും കൊള്ളാം. അതുകൊണ്ടാണ് വിറ്റുപോകുന്നത്. അങ്ങനെ ഉണ്ടാവും. എന്തുകൊണ്ട് നിങ്ങളും ആ പെപ്സി തന്നെ വിറ്റുകൂടാ? എടോ, ആ പെപ്സി ആരാ ഉണ്ടാക്കുന്നത്? പെപ്സി എന്തുകൊണ്ട് നമ്മൾ തന്നെ ചെയ്യണം? മാർക്കറ്റിൽ ഒരുപാട് കമ്പനികൾ പെപ്സി വിൽക്കുന്നുണ്ട്. അതിലേതെങ്കിലും കടയിൽ നിന്ന് വാങ്ങി നമുക്ക് വിൽക്കാം. നമ്മുടെ വരുമാനവും അധികരിക്കും. നിന്റെ ഐഡിയ നന്നായിട്ട് തന്നെയാ ഉള്ളത്. നാളെ ഞാൻ നഗരത്തിലേക്ക് പോയി കുറെ പെപ്സി വാങ്ങിയിട്ട് വരാം. ശരി. അടുത്ത ദിവസം ഭവൻ മാർക്കറ്റിൽ ചെന്ന് ഒരുപാട് നിറത്തിലുള്ള പെപ്സികൾ വാങ്ങിക്കൊണ്ടുവന്നു. പിന്നീട് അതെല്ലാം കൊണ്ടുപോയി തന്റെ ഫ്രിഡ്ജിൽ അവൻ വെച്ചു. നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണ്. ഇവിടെ പെപ്സി കിട്ടുമെന്ന് നമുക്കൊരു ബോർഡ് വെക്കണം. ശരി. ഭവൻ ബോർഡ് റെഡിയാക്കി അതിലെഴുതി ഇവിടെ പെപ്സി കിട്ടുമെന്ന്. എന്നിട്ട് ആ ബോർഡ് അവന്റെ കടയുടെ മുൻപിലായി അവൻ തൂക്കിയിട്ടു. കുറച്ചു സമയത്തിനു ശേഷം ഒരു ചെറിയ കുട്ടി ആ ബോർഡ് കണ്ടു. ഇവിടെയും പെപ്സി ഉണ്ടല്ലോ. ചിറ്റപ്പ, ഇവിടെ എന്തെന്ത് കളർ പെപ്സിയാ ഉള്ളത്? എല്ലാ കളറും ഉണ്ട്. നിനക്ക് ഏത് കളറാ വേണ്ടത്? എനിക്കൊരു യെല്ലോ കളറും പിന്നെ ഒരു ഓറഞ്ച് കളറും വേണം. ഭവൻ ആ കുട്ടിക്ക് 2 പെപ്സി പോക്കറ്റുകൾ കൊടുത്തു. ആ കുട്ടി അവിടെ തന്നെ നിന്ന് ആ പെപ്സി കുടിക്കാൻ തുടങ്ങി. ഇത് വളരെ നന്നായിട്ടുണ്ട്, വലുതായിട്ടുണ്ട്. ഇതാ പിടിച്ചോ, ഈ പെപ്സി നിനക്ക് ഫ്രീ ആണ്. നീ നിന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയ്, ഞാനിവിടെ പുതിയ പെപ്സി കട തുറന്നിട്ടുണ്ടെന്ന്. ആഹാ ചിറ്റപ്പ, തീർച്ചയായും പറയാം. ഭവന്റെ ആ ആലോചന ഫലിച്ചു. ആ കുട്ടി അവിടെ നിന്നും വേഗത്തിൽ ഓടിച്ചെന്ന് കുറച്ചു സമയത്തിനകം തന്നെ തന്റെ 2 കൂട്ടുകാരുമായി വന്നു. ഇതാണ് ഞാൻ പറഞ്ഞ കട. എനിക്ക് 2 ഓറഞ്ച് കളർ തരൂ. എനിക്ക് 3 വെള്ള കളർ വേണം. ഭവൻ എല്ലാവർക്കും പെപ്സികൾ നൽകി. തുടർന്ന് ഒരുപാട് ആളുകൾ വന്ന് ഭവന്റെ കടയിൽ നിന്നും പെപ്സി വാങ്ങിക്കാൻ തുടങ്ങി. പിന്നെ ഗ്രാമത്തിലുള്ളവർ ബൽദേവിന്റെ പെപ്സി കട പതുക്കെ പതുക്കെ മറന്നുപോയി. കാരണം കമ്പനിയിൽ നിന്നും വാങ്ങിക്കുന്ന പെപ്സിയുടെ രുചി വളരെ നല്ലതായിരുന്നു. ഓ എന്റെ അമ്മോ, ഈ കറുപ്പ് കളറുള്ള പെപ്സി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. കുറെ ഫ്ലേവർ ഉണ്ട്. നാരങ്ങ ഫ്ലേവർ, ബ്ലാക്ക് കോഫി, ഓറഞ്ച്, റോസ്. എന്റെ അമ്മോ, റോസ്. ഇതിനു ശേഷം ഞാൻ കുറെ ഫ്ലേവേഴ്സ് കുടിക്കല്ലോ. ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം ഭവന്റെ കടയിൽ നിന്നും പെപ്സി വാങ്ങിക്കാൻ തുടങ്ങിയതോടെ ബൽദേവിന്റെ വ്യാപാരം വല്ലാതെ കുറഞ്ഞുപോയി. ഇതിനു ശേഷം നമ്മൾ സാമർത്ഥ്യമായിട്ട് ജോലി ചെയ്യണം. പവൻ പുതിയ പുതിയ പെപ്സി തരം വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗ്രാമജനങ്ങളൊക്കെ ആ കടയിലേക്ക് പോയത്. പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട് അവരൊക്കെ തിരിച്ച് എന്റെ കടയിലേക്ക് വരുമെന്ന്. ബൽദേവ് അവനെ തന്നെ അവൻ സമാധാനപ്പെടുത്തി. അങ്ങനെ കുറച്ചു ദിവസം ഭവന്റെ കടയിലുള്ള പെപ്സികൾ ഒരുപാട് വിറ്റുപോയി. പക്ഷെ ബൽദേവിന്റെ വ്യാപാരം വളരെ കുറവായിരുന്നു. ഗ്രാമത്തലവർ ബൽദേവിനെ കാണാനായി വന്നു. എന്തു പറ്റി ബൽദേവ്? താൻ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണല്ലോ. എന്ത് പറയാനാ ചേട്ടാ, പവൻ നഗരത്തിൽ നിന്നാണല്ലോ പെപ്സി വാങ്ങിയിരുന്നത്. അതുകൊണ്ട് എന്റെ കസ്റ്റമേഴ്സ് ഒക്കെ അവിടേക്കാണ് പോകുന്നത്. ഒരു കുഴപ്പമില്ല, കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ ഉണ്ടാവുള്ളൂ. പുതിയതായിട്ട് എന്തെങ്കിലും വന്നാൽ ഗ്രാമത്തെ ആൾക്കാർ അങ്ങോട്ടേ പോവുള്ളൂ. നീ കുറച്ച് ക്ഷമിക്ക്. ഇനി കുറച്ച് ദിവസത്തേക്കുള്ളിൽ എല്ലാം ശരിയാവും. എനിക്ക് വിശ്വാസമുണ്ട് നിന്റെ പെപ്സി നഗരത്തിൽ വിൽക്കുന്ന പെപ്സിനേക്കാളും നല്ല പെപ്സിയാണെന്ന്. ശരി, നീ ഒരു ജോലി ചെയ്. എനിക്കൊരു 50 പെപ്സി എടുത്തു താ. നഗരത്തിൽ നിന്ന് എന്റെ പേരക്കുട്ടികളൊക്കെ വരുന്നുണ്ട്. ഓ ശരി ചേട്ടാ. ബൽദേവ് അദ്ദേഹത്തിന് 50 പെപ്സികൾ നൽകി. അദ്ദേഹം അതും വാങ്ങിക്കൊണ്ട് വളരെ സന്തോഷത്തോടെ അവിടെ നിന്നും പോയി. ബൽദേവ് വളരെ സങ്കടത്തോടെയായിരുന്നു. ഗ്രാമത്തലവൻ തന്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് അദ്ദേഹത്തിന്റെ പേരക്കുഞ്ഞുങ്ങൾക്ക് ആ പെപ്സി കുടിക്കാൻ നൽകി. അച്ഛാ, ഈ പെപ്സി ശരീരത്തിന് നല്ലതല്ലച്ചാ. ഇതിലുള്ള കെമിക്കൽസ് കാരണം കുട്ടികൾക്ക് അസുഖം വരാൻ സാധ്യതയുണ്ട്. മോളെ, ഈ പെപ്സി നമ്മുടെ ബൽദേവാണ് വീട്ടിൽ തന്നെ ചെയ്തതാണ്. ഒരു മരുന്നും ചേർക്കാതെ ശുദ്ധമായ വെള്ളവും ചക്കരയും ചേർത്തിട്ടാണ്. ഞങ്ങൾ കുറെ കൊല്ലങ്ങളായിട്ട് ഇത് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ ആർക്കും ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല. ശരി അച്ഛാ. അദ്ദേഹം തന്റെ മകൾക്കും ഒരു പെപ്സി നൽകി. അവൾ അത് കുടിച്ചു നോക്കി. അല്ല അച്ഛാ, ഇത് വളരെ നന്നായിട്ടുണ്ട്. ഗ്രാമത്തലവന്റെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ വിരുന്നാളികളും ആ പെപ്സി കുടിച്ചു നോക്കി. കുറച്ചു സമയത്തിനകം തന്നെ എല്ലാ പെപ്സിയും കാലിയായി. അച്ഛാ, ഇത് നിങ്ങൾ എവിടെ നിന്നാണ് വാങ്ങിയത്? ഞാൻ ചെന്ന് കുറച്ചുകൂടി വാങ്ങിട്ട് വരാം. ബസാറിലേക്ക് നീ പോയാൽ നിനക്ക് ബൽദേവിന്റെ കട കാണാൻ പറ്റും. വലിയ ഫ്രിഡ്ജ് ഉണ്ട് അവിടെ. ആ കടയിൽ തന്നെയാണ്. ഞാൻ ചെന്ന് വാങ്ങിട്ട് വരാം. നേഹ മാർക്കറ്റിലേക്ക് ചെന്നതും അവൾ ഭവന്റെയും ബൽദേവിന്റെയും കട കണ്ട് സംശയത്തിലായി. അതിലേത് കടയാണെന്ന് അവൾ സംശയിച്ചു. ഈ കടയിലാണ് ഒരുപാട് ആൾക്കാരുള്ളത്. അപ്പോൾ തീർച്ചയായും ഈ കടയായിരിക്കും. നേഹ ഭവന്റെ കടയിലേക്ക് ചെന്നു.
എനിക്ക് 30 പെപ്സി തരൂ. ഭവൻ പെപ്സി പോക്കറ്റ് ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് പുറത്തേക്ക് വെച്ചതും തന്നെ നേഹ അത് വേണ്ടാന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, ഈ പെപ്സി വേണ്ട. ഇല്ല, നിങ്ങൾ ഇപ്പോഴല്ലേ 20 പെപ്സി ചോദിച്ചത്. അതെ, പക്ഷെ ഈ കെമിക്കലുള്ള പെപ്സി വേണ്ട. അവിടെ നിന്ന ആളുകളിൽ ഒരാൾ നേഹയോട് ചോദിച്ചു, അനിയത്തി, ഈ പെപ്സിയിൽ എന്ത് കെമിക്കലാണ് ഉള്ളത്? ഈ പെപ്സി നഗരത്തിലുള്ള കമ്പനിയിൽ ചെയ്യുന്നതാണ്. അവരിത് ചെയ്യാൻ വേണ്ടി ഒരുപാട് കെമിക്കൽസ് ചേർക്കും. ആ കെമിക്കൽ നമ്മൾ കഴിച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് സുഖമില്ലാതെയാകും. നിങ്ങൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് പെപ്സി വാങ്ങാൻ വന്നത്? ഞാനിവിടെ ഏതു പെപ്സിയാണ് വാങ്ങിക്കാൻ വന്നതെന്നാൽ ഈ ഗ്രാമത്തിൽ ആരോ ചെയ്യുന്നുണ്ടെന്ന് കേട്ടു. അങ്ങനെയാണോ? എന്നാ നിങ്ങൾ ബൽദേവിന്റെ പെപ്സിയാണ് തേടി വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കട അടുത്താണുള്ളത്. നേഹ അവിടെ നിന്നും പോയി. പക്ഷെ അവിടെ ഉണ്ടായിരുന്നവരൊക്കെ ആ കെമിക്കലുള്ള പെപ്സിയെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. നേഹ ബൽദേവിന്റെ കയ്യിൽ നിന്നും പെപ്സി വാങ്ങിക്കൊണ്ട് തന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. കെമിക്കലുള്ള പെപ്സിയുടെ കാര്യം ഗ്രാമം മൊത്തം പാട്ടായി. ഇത് കേട്ട് എല്ലാ കുട്ടികളുടെ അച്ഛനും അമ്മയും അവരോട് പറഞ്ഞു ഭവന്റെ കടയിൽ നിന്നും പെപ്സി വാങ്ങിക്കരുതെന്ന്. നീ ഇനി ഭവന്റെ കടയിലുള്ള പെപ്സി വാങ്ങിച്ചു കഴിക്കരുത് കേട്ടോ. എന്തുകൊണ്ടമ്മേ? അവന്റെ കടയിലുള്ള പെപ്സിയിൽ കെമിക്കൽ ഉണ്ടത്രേ. അത് കഴിച്ചാൽ നിനക്ക് സുഖമില്ലാതാകും, പിന്നെ കഫവും പിടിക്കും. അയ്യോ, എനിക്ക് വേണ്ടമ്മേ. ജനങ്ങൾക്ക് ബൽദേവിന്റെ പെപ്സിയുടെ രഹസ്യം മനസ്സിലായി. ആ ദിവസം മുതൽ ബൽദേവിന്റെ പെപ്സി നന്നായിട്ട് വിറ്റു തുടങ്ങി. ഭവന്റെ കടയിൽ നിന്നും ഒരു പെപ്സി പോലും വിറ്റുപോയില്ല. ഈ കാരണം കൊണ്ട് ഭവൻ പെപ്സി വിൽക്കുന്നത് തന്നെ നിർത്തി. നേഹ മൊത്തം ഗ്രാമത്തിലെ ജനങ്ങളെയും നല്ല ബുദ്ധി പഠിപ്പിച്ചു. എല്ലാ ജനങ്ങളും അങ്ങനെ രക്ഷപ്പെട്ടു.